ഇപ്പോൾ ഞാൻ പാട്ടിൻ്റെ ബാലൻസ് ഇതാ ഇപ്പം നമുക്ക് എഡിറ്റ് ചെയ്താണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പാട്ടിൻ്റെ ബാലൻസ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ ഈ 3 ഡോട്ടുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ബാലൻസ് മാനേജ്മെൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഏത് പാർട്ടിക്കാണോ നിങ്ങൾക്ക് ബാലൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഞാനിതാ ഈ ഓൾ റൂട്ട് എന്ന് പറയുന്ന ഈ പാർട്ടിക്ക് ഇപ്പോൾ 0 ആണ് ബാലൻസ്. അപ്പോൾ ഞാൻ ഈ ഓൾ റൂട്ടിൽ ഞാൻ കുറച്ച് ബാലൻസ് ആഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഓൾ റൂട്ടിൽ 0 ആണ്. അപ്പോൾ ഞാനിവിടെ ആഡ് ബാലൻസ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു 1000 കൊടുത്തു. അപ്പോൾ ഓൾ റൂട്ടിന് എന്ത് ചെയ്യുക, ബാലൻസ് അപ്ഡേറ്റ് ഓൾ റൂട്ടിന് എന്ത് ചെയ്തു, 1000 അവിടെ ബാലൻസ് വന്നു ഉണ്ടല്ലേ. ഇനി നമ്മൾ ഇവിടെ ഇങ്ങോട്ട് ബാക്ക് പോയിട്ട് റീഫ്രഷ് ചെയ്താൽ ഈ ഓൾ റൂട്ട് ഇതാണ്ട് ഓൾ റൂട്ടിന് ഇവിടെ ബാലൻസ് 1000 വന്നു ഉണ്ടല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഇനി നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ബാലൻസ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണ്ട. അപ്പോൾ ഇനിയിപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യുക, പേയ്മെൻറ്റിൽ പോവുക. ഞാനിവിടെ പാർട്ടി എന്നുള്ളൊരു ഓൾ റൂട്ട് ചൂസ് ചെയ്തു. എനിക്കിപ്പോൾ ഒരു 500 റുപ്യ കിട്ടിയിരുന്നിട്ട് 500 റുപ്യ ആഡ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, സേവ് അടിച്ചു, സേവായി. അതിൻ്റെ ബാലൻസ് ഇങ്ങോട്ട് ഇത് ഇവിടെ റെസിപ്റ്റ് വരും. 500 റുപ്യ ഇനി ആ ഒരു പാർട്ടിൻ്റെ കറണ്ട് ബാലൻസ് ആ ഒരു റെസിപ്റ്റിലുണ്ടാവും. ഇവിടെ നിന്ന് റീഫ്രഷ് ചെയ്താൽ അതിവിടെ വരും. ഓൾ റൂട്ട് റെസിപ്റ്റ് കൊണ്ട് ഏറ്റവും അടിയിൽ ഇനി എത്ര പാർട്ടിൻ്റെ ബാലൻസ് ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മൾ പാർട്ടീസിൽ പോയിട്ട് ഓൾ റൂട്ട് സെർച്ച് ചെയ്താൽ ഉണ്ടാവും 500 റുപ്യാണ് അവരിൽ നിന്ന് കിട്ടാനുള്ളത്. ഇനി സെയിൽ ചെയ്യുമ്പോൾ ഇതേപോലെ സെയിൽ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു 1115 റുപ്യൻ്റെ ഞാൻ ആ പാർട്ടിൻ്റെ പേരിൽ സെയിൽ ചെയ്യാൻ പോകണം. ഞാനിവിടെ പാർട്ടി ഓൾ റൂട്ട് കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിൽ ക്യാഷാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 1115 നമ്മൾ സെയിൽ ചെയ്തു, ഒപ്പം തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയെന്നാണ് അർത്ഥം. ഞാനിവിടെ ക്യാഷ് മാറ്റിയിട്ട് ക്രെഡിറ്റ് ആക്കിയാൽ എന്തായി, അതെന്തായി, നമ്മൾ ക്രെഡിറ്റിനാണ് ആ സാധനം കൊടുത്തത്. അപ്പോൾ അത് അവരുടെ ബാലൻസിൽ കയറും. അപ്പോൾ ഞാനത് ക്രെഡിറ്റിൽ ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ക്രെഡിറ്റ് ആക്കിയിട്ടുണ്ട്, ഞാൻ കണ്ടിന്യൂ അടിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഇത് സെയിലായി. ഞാനിനി ഓൾ റൂട്ടിൻ്റെ പാർട്ടിൻ്റെ ബാലൻസ് പോയി നോക്കുകയാണ്. ഉണ്ടോ, 1615 അവരുടെ ബാലൻസ്. അപ്പോൾ ഇനിയിപ്പോൾ അവരിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുമ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ പേയ്മെൻറ്റിൽ വന്നിട്ട് ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ വേറെ ദിവസം അവരിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും പേയ്മെൻറ്റ് കിട്ടിയാൽ ഞാൻ ഇവിടെ ആഡ് ചെയ്താൽ പിന്നെ ബാലൻസ് 615 ഉണ്ടാവുള്ളൂ. അപ്പോൾ പാർട്ടീൻ്റെ ബാലൻസ് പോയിക്കുമ്പോൾ ഉണ്ട് 615. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക.